إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ നമുക്ക് അവന്റെ ഫദ്ലിനാൽ അവന്റെ ഔദാര്യത്താൽ നൽകിയ അനുഗ്രഹങ്ങളിലൊന്നാണ് യൗമുൽ ജുമഅയിൽ, വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, പ്രത്യേകമായി ഒരുമിച്ചു ചേർന്നുകൊണ്ട്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അവന്റെ ദീനിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ ജുമഅ നിസ്കാരം നിർവഹിക്കുകയും ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് കഴിയാൻ അവൻ നമുക്ക് ഹിദായത്തേകി എന്നത് അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ അനുഗ്രഹമാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമഅ. സൂര്യൻ ഉദിച്ചിട്ടുള്ള ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖലഖല്ലാഹു ആദം, അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച നാൾ വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാം പ്രവേശിപ്പിക്കപ്പെട്ട ദിനം വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമഅ, വെള്ളിയാഴ്ചയിലല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, അദല്ലല്ലാഹു അനിൽ ജുമഅതി മൻ കാന ഖബ്ലനാ, അല്ലാഹു ഈ വെള്ളിയാഴ്ചയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു നമുക്ക് മുമ്പുള്ള ജനസമൂഹങ്ങളെ. ഫകാന ലിൽ യഹൂദി യൗമുസ് സബ്ത്, യഹൂദികളുടെ ദിനം ശനിയാഴ്ചയാണ്. വകാന ലിൻ നസാറ യൗമുൽ അഹദ്, നസ്രാനികളുടെ ക്രൈസ്തവരുടെ ദിനം ഞായറാഴ്ചയാണ്. ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ലിയൗമിൽ ജുമഅ, എന്നാൽ നമ്മെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു കൊണ്ടുവരികയും യഥാർത്ഥ പ്രത്യേകതകളുള്ള ദിനമായ, അത് ശനിയോ ഞായറോ അല്ല, മറിച്ച് വെള്ളിയാണ്, യൗമുൽ ജുമഅയാണ്. ഈ ദിവസം തന്നെ പ്രത്യേകമായി കാണാനും പ്രത്യേകമായി ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖേകി, അവൻ നമുക്ക് വഴി കാണിച്ചു തന്നു. പഴയകാല ഉമ്മത്തുകൾക്ക് നൽകാത്ത അനുഗ്രഹം അള്ളാഹു അതിലൂടെ നമുക്കേകി. ഫജഅലൽ ജുംഅത വസ്സബ്ത വൽ അഹദ്, വെള്ളി ശനി ഞായർ എന്നിങ്ങനെ അള്ളാഹു ദിനങ്ങളെ നിശ്ചയിച്ചു. വകദാലിക ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ, ഇതുപോലെ തന്നെയായിരിക്കും അന്ത്യനാളിലും, നമ്മളായിരിക്കും ആദ്യം, അവർ യഹൂദികളും നസ്രാനികളും നമുക്ക് ശേഷമായിരിക്കും. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ വൽ അവ്വലൂന യൗമൽ ഖിയാമ, ഈ ലോകത്ത് അവസാനത്തെ സമുദായം നമ്മളാണ്, അന്ത്യനാളിൽ ആദ്യത്തെ സമുദായം നമ്മളാണ് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ ആദ്യം വിചാരണ നേരിടുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. നമ്മുടെ വിചാരണക്ക് സർവ്വനബിമാരും അവരുടെ ഉമ്മത്തുകളുമെല്ലാം സാക്ഷികളായിരിക്കും. ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അൽ മഖ്ദിയു ലഹും ഖബ്ല അൽ ഖലായിഖ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സകല സൃഷ്ടികൾക്കും മുൻപേ അള്ളാഹു വിധി തീർക്കുന്ന, അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വേർതിരിക്കുന്ന, വിചാരണ പൂർത്തിയാക്കുന്നത് ഈ ഉമ്മത്ത് ആയിരിക്കും, ഈ ഉമ്മത്തിനെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇതെല്ലാം യൗമുൽ ജുമഅയുടെ അന്ത്യനാളിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. യൗമുൽ ജുമഅയുടെ അത് വെള്ളിയാഴ്ച ദിനത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. അന്നാണ് അന്ത്യനാൾ സംഭവിക്കുക. അന്നാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. അന്നാണ് അദ്ദേഹം അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇതെല്ലാം നോക്കൂ. അതുകൊണ്ട് ഈ ദിവസം ഈദുൽ ഉസ്ബൂഅ്, ആഴ്ചയിലെ ഈദ് എന്നറിയപ്പെടുന്നു. നമുക്ക് 3 ഈദുകളാണുള്ളത്. ആ അർത്ഥത്തിൽ വർഷത്തിലുള്ള 2 ഈദുകളും അതുപോലെ ആഴ്ചയിലെ ഈ ഈദും വെള്ളിയാഴ്ചയും. നോക്കൂ, ഈ ശ്രേഷ്ഠകരമായ ദിനം അത് അള്ളാഹു നൽകിയത്, അതിനുള്ള ശുക്ർ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ട് ആ ദിനം പ്രത്യേകമായി തയ്യാറെടുക്കുകയും അന്നത്തെ ഇബാദത്തുകൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഈ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ജുമുഅ തന്നെയാണ്. ഈ ജുമുഅക്ക് ഒരുമിച്ച് ചേരുക എന്നത് വാജിബാണ്, ഫർദു ഐനാണ്. ഓരോ മുസ്ലിമായ പുരുഷനും ഓരോരുത്തർക്കും വാജിബായ ഫർദു ഐനായ കാര്യമാണ്. ആരെങ്കിലുമൊക്കെ നിർവഹിച്ചാൽ മറ്റുള്ളവരുടെ ബാധ്യത ഒഴിയുന്ന രൂപത്തിലുള്ള കിഫായത്തായ ഫർദല്ല, മറിച്ച് വ്യക്തിപരമായി ഓരോരുത്തർക്കും ഫർദായി തീരുന്ന ഇബാദത്താണ്. കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ആ ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം ഒഴിവാക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ടാണ് നോക്കൂ, ഈ ജുമുഅയുടെ ഖുത്ബക്ക് എത്തിച്ചേരുക എന്നത് തന്നെ നിർബന്ധമാണ്. കാരണം അത് അള്ളാഹു പറഞ്ഞ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവുമാണ്. ഇത് കേവലം നിസ്കാരമല്ല, മറിച്ച് ജുമുഅ ഖുത്ബ അതിലുൾപ്പെടുന്ന കാര്യമാണ്. ആ സമയത്ത് എത്തിച്ചേരുക. ജുമുഅയുടെ നേരത്തുള്ള കച്ചവടം അത് സഹീഹല്ല, അത് ബാത്തിലാണ്, അതുപോലെ ഹറാമാണ്. ബാത്തിലാണ്, ഹറാമാണ്. എന്താണ് ബാത്തിലും ഹറാമുമാണ് എന്ന് പറഞ്ഞാൽ? ഹറാം എന്നാൽ അത് വിലക്കപ്പെട്ടത്, ബാത്തിൽ എന്ന് പറഞ്ഞാൽ അത് അസാധു കൂടിയാണ്. അങ്ങനെ ഒരു കച്ചവടം നടന്നതായി ദീനിൽ പരിഗണിക്കപ്പെടുകയേയില്ല. ഈ 2 രൂപത്തിൽ ആ നേരത്തെ കച്ചവടത്തിന്റെ വിധിവിലക്ക് അങ്ങനെയായിത്തീരും. നോക്കൂ, എത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം അതുവരെ ഹലാലായിരുന്ന കച്ചവടം ചെയ്യുക, ജോലി ചെയ്യുക എന്നത് ഹലാലായ കാര്യമാണ്. പക്ഷേ ഈ ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ അത് ഹറാമായി തീരുന്നു. അപ്പോൾ ജുമുഅയുടെ പ്രത്യേകതയും പ്രാധാന്യവും എത്ര വലുതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ ഔ വദഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഒഴിവാക്കുന്ന ചില ആളുകളുണ്ട്, അവരത് നിർത്തിവെച്ചുകൊള്ളണം. ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം, അതല്ല എങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കളയും. ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ച് കളയും, അതിനെ ഖത്മ ചെയ്ത് കളയും. അതിലേക്ക് പിന്നെ യാതൊരു നന്മയും കടക്കാത്ത രൂപത്തിൽ കടുത്തുറച്ച ഒരു നന്മയും ഇല്ലാത്ത ഇരുണ്ട ഹൃദയങ്ങളുടെ ഉടമകളായി തീരും ജുമുഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ. ثم لا يكونن من الغافلين, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നീട് നന്മകളെ കുറിച്ച് തിരിച്ചറിയാത്ത, അത് ശ്രദ്ധിക്കാത്ത തികഞ്ഞ ഗഫലത്തിന്റെ, അശ്രദ്ധയുടെ ആളുകളായി അവർ മാറിത്തീരുന്നതാണ്. മറ്റൊരു ഹദീസിൽ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, من ترك ثلاث جمع تهاونا طبع الله على قلبه, ആരെങ്കിലും 3 ജുമുഅ അതിനോടുള്ള അവഗണന കാരണത്താൽ അവൻ ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ മുദ്ര വെച്ചു കളയുന്നതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റവാഹുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, റവാഹുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയെത്തിയ ഏതൊരാൾക്കും ജുമുഅക്ക് വേണ്ടി പുറപ്പെട്ടു പോവുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, സ്വതന്ത്രരായ, പ്രായപൂർത്തിയെത്തിയ, ബുദ്ധിയുള്ള, സ്വന്തം നാട്ടിൽ തന്നെ താമസമുള്ള
മറ്റുള്ള ഒഴിവ് കഴിവുകളൊന്നുമില്ലാത്ത പുരുഷന്മാർക്കെല്ലാവർക്കും ഇത് വാജിബാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ ജുമുഅതു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിന്റെ പേരിലും ജുമുഅ നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും ജുമുഅ നിർബന്ധമാണ്. ഇല്ല അർബഅ, 4 പേരൊഴികെ, 4 കൂട്ടരൊഴികെ. അബ്ദും മംലൂക്ക്, ഒരു അടിമയാണ്, സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളുടെ കീഴിൽ അടിമയായി കഴിയേണ്ടി വരുന്ന ഒരാൾ. ഈ കാലത്ത് ആ സമ്പ്രദായം നിലവിലില്ല എങ്കിലും അത് പഴയ കാലത്തുണ്ടായിരുന്നു. മംലൂക്കായ അടിമയായ ഒരാൾക്ക് ജുമുഅ നിർബന്ധമില്ല. ഔ ഇംറഅ, അതുപോലെ സ്ത്രീകൾക്കും ജുമുഅ നിർബന്ധമില്ല. ഔ സബി, അല്ലെങ്കിൽ ഒരു കുട്ടി, പ്രായപൂർത്തിയെത്താത്ത കുട്ടിക്ക് ജുമുഅ നിർബന്ധമുള്ള കാര്യമല്ല. ഔ മരീദ്, അല്ലെങ്കിൽ രോഗികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജുമുഅ ഹഖ്ഖുൻ വാജിബ്, നിർബന്ധ ബാധ്യതയാണ് ഓരോ മുസ്ലിമിന്റെ പേരിലും 4 കൂട്ടരൊഴികെ. 1 അടിമ, 2 സ്ത്രീ, 3 കുട്ടി, 4 രോഗി. അതുപോലെ നോക്കൂ, യാത്രക്കാരായ ആളുകൾക്ക്, ഒരു നാട്ടിൽ താമസമില്ലാത്ത, തന്റെ നാട്ടിലല്ലാതെ യാത്രയിലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമുഅയിൽ ഇളവുകളുണ്ട്, മറ്റുള്ള നിസ്കാരത്തിൽ ഇളവുള്ളതുപോലെ. ജുമുഅയുടെ പ്രത്യേകതയാണ്, ബാക്കിയുള്ള ജമാഅത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ബാക്കിയുള്ള ജമാഅത്തുകൾ പുരുഷന്മാർക്ക് നിർബന്ധമാവുക എപ്പോഴാണ്? അതിലേക്കുള്ള അദാൻ, ബാങ്ക് കേൾക്കുന്ന ദൂരത്തിലാണ് അവൻ താമസമുള്ളത് എങ്കിൽ ജമാഅത്തിന് പോവുക ഓരോ മുസ്ലിമിനും, പുരുഷനായ ഓരോ മുസ്ലിമിനും ബാധ്യതയാണ്. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുക അല്ല അവൻ ചെയ്യേണ്ടത്, മറിച്ച് അവൻ മുസ്ലിമീങ്ങളുടെ കൂടെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം. കാരണം അള്ളാഹു അതാണ് കൽപ്പിച്ചിട്ടുള്ളത്, വർക്കഉ മഅർ റാക്കിഈൻ, നിങ്ങൾ റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ റുകൂഉ ചെയ്യുക. അള്ളാഹു അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്, ഒറ്റക്ക് നിസ്കരിക്കാനല്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, യുദ്ധത്തിലെ നിസ്കാരം, ഭയപ്പാടിന്റെ സന്ദർഭത്തിലെ നിസ്കാരത്തിന്റെ രൂപം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ രൂപം പോലും ജമാഅത്തായി ഉള്ളതാണ്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ആ നേരത്തെ നിസ്കാരത്തിൽ പല ഇളവുകളുണ്ട്. അതിൽ റക്അത്ത് ചുരുക്കാൻ അനുവാദമുണ്ട്, അതുപോലെ ഖിബ്ലയുടെ ദിശയിൽ നിന്ന് മാറി നിൽക്കാൻ അനുവാദമുണ്ട്, അതുപോലെ ആയുധമെടുത്ത് നിൽക്കാൻ അനുവാദമുണ്ട്. ഇതെല്ലാം അനുവാദമുണ്ട്. പക്ഷേ ആ നിസ്കാരത്തിൽ പോലും ജമാഅത്താണ് അള്ളാഹു പഠിപ്പിച്ചത് എങ്കിൽ യാതൊരു സംശയവുമില്ല, നിർഭയത്വമുള്ള സമയത്ത്, യുദ്ധത്തിലോ പ്രശ്നത്തിലോ അല്ലാത്ത സമയത്ത് ജമാഅത്തായി 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞാൻ ആലോചിച്ചുപോയി മറ്റൊരാളെ ഇമാമത്ത് നിർത്തി ഒരു ചൂട്ടയുമായി ജമാഅത്തിന് വരാത്ത ആളുകളുടെ വീടുകൾ, അവരെ അടക്കം കത്തിച്ചു കളയാൻ ഞാൻ ചിന്തിച്ചുപോയി. ജമാഅത്ത് നിർബന്ധമില്ലാത്ത സ്ത്രീകളും കുട്ടികളും അവരുടെ വീടുകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തേനെ. നോക്കൂ നിങ്ങൾ, നിർബന്ധമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമോ? ഇല്ല. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, ജമാഅത്തുകൾ ഒഴിവാക്കുന്നവരെ ഞങ്ങൾ കണ്ടിരുന്നത് മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ഒരാൾക്കും സംശയമില്ലാത്ത മുനാഫിഖുകളുടെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ പഠിപ്പിച്ച റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അന്ധന്മാരായ സഹാബിമാർ ചോദിക്കുകയുണ്ടായി. ഒരു ഹദീസിൽ ഇബ്നു ഉമ്മി മക്തൂമാണ് വന്നത്, മറ്റൊരു ഹദീസിൽ പേര് പറയുന്നില്ല. അന്ധനായ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, നബിയെ, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും അതുപോലെ വിഷജന്തുക്കളും ഒക്കെ ഉണ്ട്, ക്ഷുദ്രജീവികൾ പലതുമുണ്ട്. എനിക്ക് കണ്ണു കാണുകയില്ല, എന്നെ മസ്ജിദിലേക്ക് കൂട്ടിവരാൻ ഒരാളുമില്ല, എനിക്ക് ജമാഅത്ത് നിർബന്ധമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതസ്മഉ നിദാ, നിനക്ക് ബാങ്ക് കേൾക്കുമോ? ബാങ്ക് കേൾക്കും, എങ്കിൽ ഫഅജിബ്, എങ്കിൽ ജമാഅത്തിന് വന്നുകൊള്ളുക. മറ്റൊരു റിവായത്തിൽ ആ സഹാബിയോട് എനിക്ക് ഇളവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നടക്കുമ്പോൾ വിളിച്ചു ചോദിച്ചു, തസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കുമോ? എങ്കിൽ ജമാഅത്തിന് വരിക നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, അന്ധനായ, കൈപിടിച്ചു കൊണ്ടുവരാൻ ആരുമില്ലാത്ത ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തില്ല എങ്കിൽ പിന്നെ ആർക്കാണ് ഇളവുണ്ടാവുക? പക്ഷേ എന്ത് നിബന്ധനയുണ്ട്? ബാങ്ക് കേൾക്കുന്ന ദൂരത്താണോ നീ ഉള്ളത്? അങ്ങനെയുള്ള ദൂരത്താണോ നീ താമസിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോ മൈക്കോ സ്പീക്കറോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മസ്ജിദിന്റെ മുകളിലോ മറ്റോ കയറി
ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഉച്ചത്തിൽ ഒരാൾ ബാങ്ക് വിളിച്ചാൽ എത്ര ദൂരം കേൾക്കുമോ ആ ദൂരത്തിലാണോ നീ താമസിക്കുന്നത് എങ്കിൽ ജമാഅത്തിന് വരിക നിർബന്ധമാണ്. ഓരോ പുരുഷനും നിർബന്ധമാണ്. ജമാഅത്തുകളുടെ കാര്യത്തിൽ അലംഭാവം പാടില്ല. സഹോദരങ്ങൾ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുരുഷന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. പുരുഷന്മാർക്ക് അത് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലേക്ക് വരിക അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. മസ്ജിദിലേക്ക് വരിക അനുവദനീയമാണ്, അനുവാദമുള്ള കാര്യമാണ്. നോക്കൂ, എന്നാൽ ജുമഅയുടെ കാര്യത്തിൽ അതാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. ജുമഅയുടെ കാര്യത്തിൽ ബാങ്ക് കേൾക്കണം എന്ന നിബന്ധനയില്ല. ബാങ്ക് കേട്ടിട്ടില്ല എങ്കിലും, ബാങ്ക് കേൾക്കാത്ത ദൂരത്താണ് ജുമഅ നടക്കുന്ന മസ്ജിദ് എങ്കിലും അവന്റെ നാട്ടിലാണോ ആ മസ്ജിദ്, അവൻ യാത്രക്കാരനല്ലേ, ജുമഅയിൽ പങ്കെടുക്കുക നിർബന്ധമാണ്. ബാക്കിയുള്ള ജമാഅത്ത് നിസ്കാരം പോലെയല്ല ഇക്കാര്യം എന്ന് മനസ്സിലാക്കുക. നോക്കൂ, അതുപോലെ ധാരാളക്കണക്കിന് മര്യാദകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരന് ഇത് നിർബന്ധമല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ജുമഅയുടെ സമയമായതിനു ശേഷം അഥവാ സൂര്യൻ അതിന്റെ ആകാശത്തിന്റെ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയതിനു ശേഷം സവാലു ശംസ് എന്നതിന് പറയും. അപ്പോഴാണ് ദുഹറിന്റെ സമയം ആരംഭിക്കുക. ആ സമയമായതിനു ശേഷം പിന്നെ വെള്ളിയാഴ്ച യാത്ര ആരംഭിക്കുക എന്നത് പാടില്ല. യാത്ര തുടങ്ങുക, ആ സമയത്ത് യാത്ര പോവുക എന്നത് പാടില്ലാത്തതാണ്. അത്യാവശ്യങ്ങളിൽ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരാൾക്ക് വന്നു ചേർന്നാൽ ഒഴികെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ദറൂറ, പോയേ പറ്റൂ എന്ന അവസ്ഥയിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് പോകാം, യാത്ര പോകാം. അങ്ങനെയുള്ള ദറൂറത്തിന്റെ സന്ദർഭങ്ങളിൽ ഈ ദീനിൽ ഇളവുകളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലാതെ നോക്കൂ, ജുമഅയുടെ സമയമായതിനു ശേഷം യാത്ര തുടങ്ങാൻ പോലും പാടില്ല. കാരണം അപ്പോൾ അയാൾക്ക് ജുമഅ ഒഴിവാക്കേണ്ടി വരും. മറിച്ച് ആ സമയത്ത് നാട്ടിൽ തന്നെ നിൽക്കുകയും ജുമഅയിൽ പങ്കെടുക്കുകയും ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ജുമഅയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുതുബ. നന്നായി ശ്രവിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക എന്നത്. ശ്രദ്ധയോടെ ഖതീബിനെ, ഇമാമിനെ നോക്കുകയും എന്നിട്ട് ഖുതുബ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് ജുമഅയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. ആ സമയത്ത് മറ്റുള്ള പ്രവർത്തനങ്ങളിലോ സംസാരങ്ങളിലോ ഏർപ്പെടുക പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത്. ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ നീ നിന്റെ സഹോദരനോട് അയാൾ സംസാരിക്കുന്നു എന്നതുകൊണ്ട് അൻസിത്, മിണ്ടല്ലേ, സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത്, നീ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സംസാരിക്കുന്ന ഒരാളോട് നീ അത് വിലക്കാൻ പോലും സംസാരിക്കാൻ പാടില്ല. മറിച്ച് അങ്ങനെ വല്ലതും കണ്ടാൽ നീ ആംഗ്യത്തിലൂടെയോ മറ്റോ വിലക്കുക, അതല്ലാതെ സംസാരിക്കാൻ പാടില്ല. മിണ്ടരുത് എന്ന് പറയാൻ പോലും മിണ്ടരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി വന്നു, സലാം അടക്കേണ്ടതില്ല. അൽഹംദുലില്ലാ എന്നൊരാൾ നിന്റെ അടുത്ത് നിന്ന് തുമ്മിട്ട് പറഞ്ഞു, നീ അയാളോട് ആ സമയത്ത് യർഹമുക്കല്ലാ എന്ന് പറയേണ്ടതില്ല, മിണ്ടാതിരിക്കുക. നിനക്ക് അനുവാദമുള്ളത് ഖതീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ സലാത്ത് ചൊല്ലാൻ അനുവാദമുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക. അതുപോലെ നോക്കൂ, ജുമഅക്ക് വന്നാൽ ഖുതുബ ആരംഭിച്ചിട്ടുണ്ട്, ഇമാം ഖുതുബ പറയുകയാണ് എങ്കിൽ പോലും 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ് മസ്ജിദിൽ ഇരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ അഹദുക്കും യൗമൽ ജുമഅ, നിങ്ങളിൽ ആരെങ്കിലും യൗമുൽ ജുമഅയിൽ വന്നാൽ, വെള്ളിയാഴ്ച മസ്ജിദിലേക്ക് വന്നാൽ, വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ വന്നാൽ, ഫൽയർക റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കുക. വലിയതജവസ് ഫീഹിമാ, ചുരുക്കി നിസ്കരിക്കുക. ദീർഘമായ നിസ്കാരമല്ല, ചുരുക്കി 2 റക്അത്ത് ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുക. സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ വന്ന സംഭവം വളരെ പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ നിസ്കരിച്ചുവോ? അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞു. ഖതീബ് ഇതുപോലുള്ള വല്ല അത്യാവശ്യ സന്ദർഭങ്ങളിലും മഅ്മൂമുകളിൽ ജുമഅക്ക് വന്ന ആരോടെങ്കിലും വല്ലതും സംസാരിച്ചാൽ ഖതീബിനോട് മറുപടി പറയാൻ അയാൾക്ക് അനുവാദമുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു പ്രമുഖനായ സഹാബി ജുമഅക്ക് വൈകി വന്നപ്പോൾ ചോദിച്ചു, എന്തേ വൈകിയത് എന്ന്. ഉമർ ഖതീബാണ്. ഉമർ ചോദിച്ചു,
അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരക്കിലായി പോയി. അങ്ങനെ അപ്പോഴേക്കും പെട്ടെന്ന് ജുമഅയുടെ സമയമായി. ഞാൻ വുദൂ ചെയ്തുകൊണ്ട് ഇങ്ങു വന്നു. ഉമർ പറഞ്ഞു, വൈകി വന്നു എന്ന് മാത്രമല്ല, വുദൂ ചെയ്തു വരികയും ചെയ്തു. കുളിച്ചല്ലേ വരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅക്ക് കുളിക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രമുഖനായ സഹാബിയെ ഉണർത്തുകയുണ്ടായി. നോക്കൂ എന്തെല്ലാം മര്യാദകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജുമഅയുടെ മര്യാദകൾ, അതിന്റെ വിധിവിലക്കുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ദീനിന്റെ ഇതുപോലുള്ള വിധിവിലക്കുകളെ കുറിച്ച് അറിയില്ലാത്ത, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ആളുകളായി നാം മാറിക്കൂടാ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതാവസാനം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട കർമ്മങ്ങളാണ് ഇതെല്ലാം. എപ്പോഴെങ്കിലും വന്നു ചേരുന്ന ഹജ്ജ് പോലെയോ അല്ലെങ്കിൽ തലാഖ് പോലെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനന്തര സ്വത്ത് പോലെയോ ഉള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം വരുന്ന കാര്യമല്ല, മറിച്ച് എല്ലാ ആഴ്ചയും നമുക്കിത് ബാധ്യതയാണ്. അതുകൊണ്ട് അങ്ങനെ ബാധ്യതയുള്ള കാര്യങ്ങളുടെ വിധിവിലക്കുകൾ പഠിക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. സഹോദരങ്ങളെ, ജുമഅ ദിവസം പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണ് മസ്ജിദിലേക്ക് കടന്നു വന്നാൽ ആളുകളുടെ ചുമലുകൾ ചാടിക്കടന്ന് മുന്നിലേക്ക് വരാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കവേ ഒരാളെങ്ങനെ കടന്നു വന്നു, ആളുകളുടെ ചുമലുകൾ ചാടിക്കടന്ന് മുന്നിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത വ ആനൈത്. നീ ഇരിക്കുക, ഫഖദ് ആദൈത വ ആനൈത്. നീ ആളുകളെ ഉപദ്രവിക്കുകയും വൈകി വരികയും ചെയ്തിരിക്കുന്നു. വൈകി വന്നു എന്ന് മാത്രമല്ല, ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ആളുകൾ ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല, വൈകി വരികയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കുകയുണ്ടായി അക്കാര്യം. അതുകൊണ്ട് ആളുകളുടെ ചുമലുകൾ ചാടിക്കടന്ന് മുന്നിലേക്ക് വരിക എന്നത് പാടില്ല. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ സഫുകൾ പൂർത്തിയാക്കിയിരിക്കുക എന്നത്. ഈ മസ്ജിദിൽ ആളുകൾ ഇരിക്കുന്നത് പലപ്പോഴും ഈ രൂപത്തിലല്ല. അത് വളരെ ശ്രദ്ധിക്കുക. ആദ്യം വന്നവർ മുന്നിൽ വന്നിരുന്ന് സഫുകൾ പൂർത്തിയാക്കി പിന്നിലുള്ളവർക്ക് ഈ ആളുകളുടെ ചുമലുകൾ ചാടിക്കടക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കുക. നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സഹായിക്കുക നമ്മുടെ ബാധ്യതയാണ്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന പ്രവൃത്തി നമ്മൾ വരുത്തി വെക്കരുത്. മറിച്ച് സഫുകൾ പൂർത്തിയാക്കിയിരിക്കുക. അതിൽ ധാരാളം നന്മകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിക്കുക അതിനുണ്ട്. അതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾക്കിടയിൽ ആളുകൾ വല്ല ഇടത്താവളത്തിലും ഇറങ്ങിയാൽ അവരിങ്ങനെ ചിതറിയിരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ചിതറൽ, ഈ ഭിന്നിപ്പ് അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം സഹാബിമാർ യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ അവർ കൂടിയിരിക്കുമായിരുന്നു. എത്രത്തോളം? ഒരു തുണി വിരിച്ചാൽ അവരെ എല്ലാവരെയും അതിൽ കൊള്ളും എന്ന രൂപത്തിൽ അവർ ചേർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജുമഅക്ക് വന്നാൽ ആദ്യം വരുന്നവർ എല്ലാം എന്ത് ചെയ്യുക? മുന്നോട്ട് വന്ന് അടുത്തിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്, നബിയുടെ മജ്ലിസിലേക്ക് 3 പേർ വരികയും എന്നിട്ട് ഒരാൾ മുന്നിലേക്ക് വരികയും ഒരാൾ ഒരു ഒഴിവ് കണ്ടെടുത്തിരിക്കുകയും ഒരാൾ തിരിഞ്ഞു പോവുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, ഒരാൾ അല്ലാഹുവിനോട് അഭയം ചോദിച്ചു, അള്ളാഹുവിന്റെ അഭയത്തിലേക്ക് ചെന്നു, അള്ളാഹു അവൻ അഭയം നൽകി. ഒരുവൻ ലജ്ജിച്ചു, അള്ളാഹു അവനോട് ലജ്ജിച്ചു. ഒരുവൻ തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹു അവനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, അവൻ അള്ളാഹു അവഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നോക്കൂ, ആ ഏറ്റവും മുന്നിലിരുന്നയാൾ, അയാളാണ് ഏറ്റവും ഖൈർ നേടിയിട്ടുള്ളത്. മറ്റേയാൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല, അയാൾ അവിടെ ഇരുന്നിട്ടുണ്ട്, ഒഴിവ് കണ്ടെടുത്ത അയാൾ ഇരുന്നിട്ടുണ്ട്. പക്ഷെ മൂന്നാമൻ
ആ സദസ്സിനോട്, ആ നന്മയോട് വിമുഖത കാണിച്ചു, അതിനെ അവഗണിച്ചു കളഞ്ഞു, അള്ളാഹു അവനെയും അവഗണിച്ചു എന്നാണ്. അതുകൊണ്ട് നോക്കൂ, നന്മയിൽ മുന്നേറാൻ, മുന്നിട്ട് വരാൻ ശ്രദ്ധിക്കുക. അതിന്റെ ഭാഗമാണ് നല്ല മജ്‌ലിസുകളിൽ മുന്നിൽ വന്നിരിക്കുക എന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ വളരെ പ്രയാസം എന്തെങ്കിലും അനുഭവിക്കുന്ന, സഹിക്കാനാകാത്ത എന്തെങ്കിലും ശാരീരിക വേദനയോ മറ്റോ ഉണ്ട് എങ്കിൽ എവിടെയെങ്കിലും ചാരിയിരുന്നാൽ അവരല്ല ഈ പറയുന്നത്. പക്ഷേ ചെറിയ പ്രയാസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ക്ഷമിച്ചാൽ, ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസങ്ങൾ, അത് സഹോദരങ്ങളെ അത് കാര്യമാക്കേണ്ടതില്ല. നന്മയിൽ മുന്നേറാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജുമഅയുടെ മര്യാദകൾ, ജുമഅ ദിവസത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ചയിലെ ഫജ്ർ നിസ്കാരത്തിന് പോലും വലിയ പ്രത്യേകതയുണ്ട് എന്ന്. ജുമഅക്ക് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സ്വലാത്തി ഇൻദല്ലാഹ് സ്വലാത്തു സുബ്ഹി യൗമൽ ജുമഅത്തി ഫീ ജമാഅ. അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠമായ നിസ്കാരമാണ് വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്ന്. അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് വെള്ളിയാഴ്ചയിലെ സുബ്ഹ് ജമാഅത്തായി നിസ്കരിക്കുക എന്നത്. നോക്കൂ, ഫജ്ർ അത് ഏറെ പ്രത്യേകതയുള്ള നിസ്കാരമാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്ർ നിസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന് മലക്കുകൾ സാക്ഷികളായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ഹ് നിസ്കാരം ഏറെ പ്രത്യേകതയുള്ള നിസ്കാരമാണ്. അതുകൂടാതെ അതിന്റെ ജമാഅത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതുകൂടാതെ വെള്ളിയാഴ്ചയിലെ സുബ്ഹാകുമ്പോൾ അതിന്റെ ജമാഅത്ത് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തെ ജമാഅത്തിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഹദീസുകളിൽ വന്ന കാര്യമാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമഅത്തി അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവന്റെ 2 വെള്ളിയാഴ്ചകൾക്കിടയിൽ അല്ലാഹു പ്രത്യേകമായ ഒരു പ്രകാശം നൽകുമെന്ന്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച ഖൈർ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമ്മുടെ മുൻഗാമികൾ ധാരാളമായി പറഞ്ഞിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെ ഒരുപാട് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണിത്. ഈ ഹദീസുകളുടെ, ഈ അസറുകളുടെ വെളിച്ചത്തിൽ നോക്കൂ, അതിന്റെ സമയം വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ തന്നെ ആരംഭിക്കുന്നതാണ്. വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ സമയമുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അതുപോലെ വെള്ളിയാഴ്ചയിലെ വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന പ്രത്യേകമായ സമയമുണ്ട് എന്നത്. ഈ ദിവസം അള്ളാഹു പ്രാർത്ഥനക്കുത്തരം നൽകുന്ന പ്രത്യേകമായ സമയമുണ്ട്. ഏതാണ് ആ സമയം? പല അഭിപ്രായങ്ങൾ അതേക്കുറിച്ചുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ തെളിവിന്റെ പിൻബലമുള്ളത് 2 അഭിപ്രായങ്ങൾക്കാണ്. ഒന്ന്, ഇമാം ഖുത്ബ ആരംഭിച്ചതു മുതൽ ജുമഅ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. ഇമാം ഖുത്ബ ആരംഭിച്ചതു മുതൽ ജുമഅ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. ആ സമയത്ത് ദുആ ചെയ്യുക, ആ സമയത്ത് പ്രാർത്ഥിക്കുക. അതിലെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇമാം ഖുത്ബക്കിടയിൽ പ്രാർത്ഥിക്കുക എന്നത്, അതിന് ആമീൻ പറയുക എന്നത്. അതിന് ആമീൻ പറയുക എന്നത് ഈ പറയുന്ന കാര്യത്തിൽ ഉൾപ്പെടും. കാരണം ആമീൻ പറയുന്നവരും യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. ആമീൻ പറയുന്നവനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു. പക്ഷെ അല്ലാഹു ആ ദുആയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ 2 പേരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്നാണ്. മൂസ അലൈഹിസ്സലാമിന്റെ ദുആയിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ 2 പേരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത് നിങ്ങൾ 2 പേരുടെയും ദുആ എന്നാണ്. അതുകൊണ്ട് നോക്കൂ, ഇമാം ഖുത്ബക്കിടയിൽ ദുആ ചെയ്താൽ ആമീൻ പറയുക. ആമീൻ പറയുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കും. അതുപോലെ നോക്കൂ, 2 ഖുത്ബകൾക്കിടയിൽ ഇമാം ഇരുന്നാൽ ആ സമയത്ത് ദുആ ചെയ്യാം, ആ സമയത്ത് പ്രാർത്ഥിക്കാം. മഅ്മൂമുകൾക്കും ഇമാമിനും പ്രാർത്ഥിക്കാം. അതുപോലെ നോക്കൂ, പിന്നീട് ജുമഅ നിസ്കാരമുണ്ട്. നിസ്കാരത്തിലെ പ്രാർത്ഥനക്ക് നിസ്കാരത്തിന് പുറത്തുള്ള പ്രാർത്ഥനയേക്കാൾ പ്രത്യേകതയുണ്ട്. നിസ്കാരത്തിന് പുറത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിസ്കാരത്തിനുള്ളിൽ നീ പ്രാർത്ഥിക്കുക എന്നത്. കാരണം ഇന്നൽ മുസല്ലി യുനാജി റബ്ബ, നിസ്കരിക്കുന്നവൻ അല്ലാഹുവുമായി സംഭാഷണത്തിലാണ്, അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലാണ്. അല്ലാഹു അവന്റെ മുഖവുമായി
നിസ്കരിക്കുന്നവന് നേരെ തിരിഞ്ഞു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റബ്ബവന്റെ മുഖം നിസ്കരിക്കുന്നവന് നേരെ തിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജുമുഅ നിസ്കാരത്തിന്റെ സുജൂദിൽ അതുപോലെ സലാം വീട്ടുന്നതിന് മുമ്പെല്ലാം ദുആ ചെയ്യാം. അള്ളാഹു ജുമുഅ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാകാൻ ഏറെ സാധ്യതയുള്ള നേരമാണത്. രണ്ടാമത്തെ സമയം ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം ആസുറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. ആസുറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നമ്മുടെ മുൻഗാമികൾ ആ സമയം അവരിൽ പലരും അസർ കഴിഞ്ഞ് മസ്ജിദിൽ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി അങ്ങനെയല്ല എങ്കിൽ മഗ്രിബിന് അല്പം മുൻപേ വുദൂ ചെയ്ത് മസ്ജിദിലേക്ക് വരിക, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. ഇനി നീ മസ്ജിദിലല്ല മറ്റെവിടെയെങ്കിലുമാണ്, നിന്റെ ജോലി സ്ഥലത്തോ കച്ചവട സ്ഥാപനത്തിലോ വീട്ടിലോ എവിടെയെങ്കിലുമാണ് എങ്കിലും കുഴപ്പമില്ല. എന്തു ചെയ്യുക? ആ സമയത്ത് മഗ്രിബിന് മുൻപ്, ആ മഗ്രിബിന് അടുത്ത സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അതിനോടടുത്ത സമയത്ത് ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. എത്രത്തോളം പഴയ കിതാബുകളിൽ പോലും, തൗറാത്ത് പോലെയുള്ള കിതാബുകളിൽ പോലും അള്ളാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെ യഹൂദരിൽ നിന്ന് മുസ്ലിമീങ്ങളായ സഹാബത്ത് അക്കാര്യം പറഞ്ഞത് കാണാം. തൗറാത്തിൽ പോലും ഇക്കാര്യം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമുണ്ട് എന്ന്. അതുകൊണ്ട് പഴയകാല ഉമ്മത്തുകൾക്കിടയിൽ പോലും അറിയപ്പെട്ട നന്മയാണ്. ഒരുപാട് ആളുകൾ ചെയ്ത പാരമ്പര്യമുള്ള നന്മ. ആ നന്മ പ്രിയമുള്ള സഹോദരങ്ങളെ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തോടെ നിർഭയത്വത്തോടെ അവരുടെ നാടുകൾ ഏതാകട്ടെ അവിടെയെല്ലാം കഴിയാനുള്ള തൗഫീഖിന് വേണ്ടി എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നോക്കൂ, അതുപോലെ ജുമുഅ ദിവസത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ, ആരാണ് വുദൂ ചെയ്തത്, ഫഅഹ്സനൽ വുദൂഅ, നന്നായി അവൻ വുദൂ ചെയ്തു, സുമ്മ അത്തൽ ജുമുഅത ഫസ്തമഅ, എന്നിട്ട് ജുമുഅക്ക് വന്നു, ഫസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു, ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു, വഅൻസത്, നിശബ്ദത പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടു, ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅ, രണ്ട് ജുമുഅക്കിടയിലുള്ള അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. നേരത്തെയുള്ള ജുമുഅയും ഇക്കഴിഞ്ഞ ജുമുഅയും. വസിയാദത തലാസതി അയ്യാം, കൂടാതെ 3 ദിവസവും 10 ദിവസത്തെ പാപങ്ങൾ അല്ലാഹു ജുമുഅ മുഖേന പുറത്തു കൊടുക്കും. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഹസാ സ്പർശിച്ചാൽ അവൻ അനാവശ്യമായത് പ്രവർത്തിച്ചിരിക്കുന്നു. ഹസാ എന്നാൽ പഴയ കാലത്ത് മസ്ജിദുകൾ ചരൽ വിരിച്ച മസ്ജിദുകളാണ്. ആ മസ്ജിദുകളിൽ കല്ലുകൾ ഉണ്ടാകും. ഒരാൾ ആ കല്ലെടുത്ത് ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി കളിച്ചാൽ അതവൻ അശ്രദ്ധയോടെയാണ് ആ മസ്ജിദിൽ ഇരിക്കുന്നത് എന്നതിന്റെ അടയാളമാണ്. ഖുതുബ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരുവൻ ചെയ്താൽ ഫഖദ് ലഗാ, അവൻ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ സംസാരിക്കുന്നവരോട് നീ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവൻ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. നോക്കൂ, ആ ചരൽ കല്ലുകൾ ഇന്നില്ല, അങ്ങനെയുള്ള മസ്ജിദുകളല്ല. പക്ഷേ സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഇക്കാര്യത്തിൽ ഉൾപ്പെടും. മസ്ജിദിന്റെ പായയുടെ നൂല് പിടിച്ചു വലിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അശ്രദ്ധമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതിനേക്കാൾ വളരെ മോശമാണ് ഒരാൾ ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക മൊബൈൽ ഫോൺ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അശ്രദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പ്രിയ സഹോദരങ്ങളെ, വളരെ മോശമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ദിവസമാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന, പഴയ ഉമ്മത്തുകൾക്ക് നൽകാത്ത ഏറെ പ്രത്യേകതകളുള്ള നമ്മുടെ ഈദിന്റെ ദിവസം, അതിൽ അള്ളാഹു ഏറെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിട്ടുള്ള, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു ജുമുഅ എന്ന പേരിൽ അവന്റെ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. ജുമുഅയുടെ മര്യാദകൾ ആ സൂറത്തിൽ പറഞ്ഞിരിക്കും. ഇത്രയെല്ലാം പ്രാധാന്യം പറഞ്ഞിട്ടുള്ള ഈ സമയം, ഈ നേരം അതൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എന്താണ് നമ്മുടെ സ്ഥിതി, നമ്മുടെ നിലവാരം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളൊന്ന് ആലോചിക്കുക. അതുപോലെ നോക്കൂ, ജുമുഅക്ക് വേണ്ടി പ്രത്യേകമായി കുളിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പല ആളുകളും അവരുടെ കൃഷിയിടങ്ങളിലും മറ്റും ജോലി ചെയ്ത് അതുപോലെ കടുത്ത പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് ഈ ജോലിക്ക് ശേഷം മസ്ജിദിൽ വരുമായിരുന്നു. എന്ത് സംഭവിക്കും? സ്വാഭാവികമായി വിയർപ്പിന്റെ മോശമായ ഗന്ധം മസ്ജിദിൽ അവർ വന്നത് കാരണത്താൽ ഉണ്ടാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്ന ഒരാളോട് പറഞ്ഞു, ലൗ അന്നകും തതഹർതും ലിയൗമികും ഹാദാ, ഈ ദിവസത്തിനു വേണ്ടി നിങ്ങളൊന്ന് കുളിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ല കാര്യമാണ്.
മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. പ്രായപൂർത്തിയെത്തിയ ഏതൊരാൾക്കും വെള്ളിയാഴ്ച കുളിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ അവൻ പല്ല് തേക്കുക, അവൻ കിട്ടുമെങ്കിൽ സുഗന്ധം പുരട്ടുക. ഇത് നോക്കൂ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ ഇബാദത്തിനു വേണ്ടി ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ നോക്കൂ, കുളിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ജുമുഅക്ക് വേണ്ടി കുളിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ജുമുഅക്ക് വരുന്ന തൊട്ടുടനെയാണ്. ജുമുഅക്ക് വരുന്ന തൊട്ടുടനെ, കാരണം അപ്പോഴാണ് ഏറ്റവും നല്ല രൂപത്തിൽ മസ്ജിദിലേക്ക് വരാൻ സാധിക്കുക. അതേസമയം ഫജ്റിന്റെ സമയമായത് മുതൽ, അഥവാ സുബ്ഹ് ബാങ്ക് വിളിച്ചു അതുമുതൽ ജുമുഅയുടെ കുളിയുടെ സമയം ആരംഭിച്ചു. ഒരാൾക്ക് ഉദാഹരണത്തിന് ജനാബത്തുണ്ടായി, അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി. വെള്ളിയാഴ്ച സുബ്ഹിന്റെ ബാങ്ക് വിളിച്ചതിനു ശേഷം, സുബ്ഹിന്റെ സമയമായതിനു ശേഷം അയാൾ 2 നിയ്യത്തും വെച്ചങ്ങ് കുളിച്ചു, ജനാബത്തിന്റെയും അതുപോലെ വെള്ളിയാഴ്ചയുടെയും. ശരിയാണ്, അയാളുടെ വെള്ളിയാഴ്ചയുടെ കുടി കൂടി അതിലൂടെ നടന്നിരിക്കുന്നു. പക്ഷേ സഹോദരങ്ങൾ, ഏറ്റവും നല്ലത് എന്തു ചെയ്യുക? ജുമുഅയുടെ അടുത്ത സമയത്ത് വരുന്നതിന് മുൻപ് കുളിക്കുക, അത് വൃത്തിയാവുക, സുഗന്ധം പുരട്ടുക. സുഗന്ധം അത് നമ്മുടെ റൂഹിന് പോലും നമ്മുടെ ആത്മാവിന് പോലും നല്ല ഫലമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ മലായികത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ദുർഗന്ധവും അതുപോലെ മ്ലേച്ഛതകളും അത് നമ്മുടെ മനസ്സിനെ പോലും മോശമായ അവസ്ഥയിലെത്തിക്കുന്ന പിശാചുക്കൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം എപ്പോഴും അത് ശ്രദ്ധിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് നബിയുടെ വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നു. ചില സഹാബത്ത് പറഞ്ഞതുപോലെ നബിയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു ത്വയ്ബും ഒരു സുഗന്ധദ്രവ്യവും ഞാൻ മണത്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫിനേക്കാൾ, നബിയുടെ കൈപ്പത്തിയേക്കാൾ മൃദുലമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല. നബിയുടെ മുഖത്തേക്കാൾ ഭംഗിയുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. സഹാബത്ത് പറയുന്നത് കാണാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രത്യേകമായി അത്ഭുതകരമായി നൽകിയിട്ടുള്ള ശരീരത്തിലെ ഈ സുഗന്ധത്തോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുഗന്ധം ഉപയോഗിക്കുമായിരുന്നു. ധാരാളമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഉപയോഗിക്കുമായിരുന്നു. കാരണം അത് നല്ല കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ എത്രമാത്രം തയ്യിബായിരുന്നു, അതുപോലെ പുറമേക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യിബായിരുന്നു. അതുകൊണ്ട് ഈ ദിവസത്തെ കുളി ശ്രദ്ധിക്കുക. പരമാവധി നല്ല വൃത്തിയുള്ള വസ്ത്രമണിയുക. മസ്ജിദിലേക്ക് പ്രിയമുള്ളവരെ നേരത്തെ വന്നു ചേരുക. മസ്ജിദിലെ ഖുതുബ അവസാനിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങിയാലല്ല ജുമുഅക്ക് വരേണ്ടത്. മറിച്ച് ഖുതുബ ആരംഭിക്കുന്നതിന് മുൻപേ സാധിക്കുന്നത്ര നേരത്തെ എത്തിച്ചേരുക. നോക്കൂ, നിങ്ങൾ ജുമുഅയുടെ നേരത്ത് ഖുതുബക്ക് കണക്കാക്കി വരേണ്ടത് ഇമാമാണ്. എന്നാൽ മഅ്മൂമുകൾ നേരത്തെ വന്നിരിക്കുക എന്നതാണ് സുന്നത്ത്, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, ആരാണോ വെള്ളിയാഴ്ച ജനാബത്ത് കുളിക്കും പോലെ കുളിച്ചത്, സുമ്മ റാഹ ഫിസ്സാഅത്തിൽ ഊലാ, എന്നിട്ട് ആദ്യത്തെ സമയത്ത് തന്നെ അവൻ മസ്ജിദിലെത്തി. ഒരു ദിവസത്തെ പല സാഅത്തുകളാക്കി തിരിക്കാറുണ്ട്. ഇന്നത്തെ ആധുനിക ഭാഷയിൽ മണിക്കൂർ എന്നതിന് അർത്ഥം പറയാം. പക്ഷെ പഴയ ഭാഷയിൽ സാഅത്ത് എന്നാൽ അതിനൊരു മണിക്കൂർ എന്ന അർത്ഥം ലഭിക്കുകയില്ല. അവർ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം എന്ന അർത്ഥത്തിൽ സാഅത്ത് എന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്ന് പറയാൻ വളരെ നേരത്തെ വന്നു. ഫകഅന്നമാ ഖറബ ബദന, അവനൊരൊട്ടകത്തെ അല്ലാഹുവിനു വേണ്ടി നേർച്ചയാക്കിയതുപോലെ, അല്ലാഹുവിനു വേണ്ടി ബലിയർപ്പിച്ചതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثانിയ, രണ്ടാമത്തെ നാഴികയിൽ ഒരാൾ വന്നു. ഫകഅന്നമാ ഖറബ ബഖറ, അവനൊരു പശുവിനെ അല്ലാഹുവിനു വേണ്ടി ബലിയറുത്തതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثالث, മൂന്നാമത്തെ സമയത്ത് വന്നാൽ ഫകഅന്നമാ ഖറബ കബ്ശൻ അഖറൻ, അവൻ കൊമ്പുള്ള അഥവാ നല്ല മേന്മയുള്ള ഒരു ആടിനെ അല്ലാഹുവിനു വേണ്ടി ബലിയറുത്തതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الرابعة, നാലാമത്തെ സമയത്ത് വന്നാൽ ഫകഅന്നമാ ഖറബ ദജാജ, അവനൊരു കോഴിയെ അല്ലാഹുവിനു വേണ്ടി ബലിയറുത്തതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الخامسة, അഞ്ചാമത്തെ നേരത്തെ അവൻ വന്നാൽ ഫകഅന്നമാ ഖറബ ബൈദ, അവനൊരു മുട്ട അല്ലാഹുവിനു വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തതുപോലെയാണ്. ഫഇദാ ഖറജൽ ഇമാം ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി കയറിയാൽ ഹദറത്തിൽ മലായികതു യസ്തമിഊന ദിക്ർ, മലക്കുകൾ അവർ ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഏടുകൾ അടച്ചു വെച്ച് ഖുത്ബ ശ്രവിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയായാൽ വഖഫ അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായിക, മസ്ജിദിന്റെ എല്ലാ വാതിൽക്കലും, സുബ്ഹാനല്ലാഹ്, ഒരു വാതിലിലല്ല,
മസ്ജിദിന്റെ എല്ലാ വാതിലിലും മലക്കുകൾ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്നയാളെ രേഖപ്പെടുത്തിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ, അവരുടെ ഏടുകളിൽ ആദ്യത്തെ പേര് നമ്മുടേതാകാൻ, ആദ്യം വരുന്ന പേരുകൾ അത് നമ്മുടേതാകാൻ, അതിൽ അവസാനത്തെ പേരുകളിൽ നമ്മൾ പെടാതിരിക്കാൻ. അവസാനത്തിലും കൂടി പെട്ടില്ല എങ്കിലോ? ചിന്തിച്ചു നോക്കൂ. ഫൈദാ ഖറജൽ ഇമാം ഖുത്ബ പറയാനായി നിന്നാൽ തവൗ അസ്സുഹുഫ, മലക്കുകൾ അവരുടെ ഏടുകൾ അടച്ചു വെക്കും. വജാഉ യസ്തമിഊൻ, എന്നിട്ട് അവർ ജുമുഅ ശ്രവിക്കാൻ വേണ്ടിയിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നേരത്തെ വരിക നമ്മുടെ ശീലമാക്കുക. നന്മകളിൽ നേരത്തെയാവുക, തിന്മകളിൽ വളരെ പതുക്കെയും വളരെ പിന്നോട്ടുമാവുക. നേരെ തിരിച്ചായി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് ഖബറിൽ ഒരു മുഅ്മിൻ നന്മയിൽ മുന്നേറിയവനോട് പറയപ്പെടും, നീ ആയിരുന്നു നന്മയിൽ വളരെ വേഗത്തിൽ വരുന്നവനായിരുന്നു. ബതീഅൻ ഫിൽ മഅസിയ, തിന്മകളിൽ നീ വളരെ പിന്നിലായിരുന്നു. അതിന് നിനക്ക് ഉഷാറും ഉന്മേഷവും ഉണ്ടായിരുന്നില്ല. നീ അതിൽ അകപ്പെട്ടു പോവുക എന്നവസ്ഥയിൽ മാത്രമുള്ള ഒരുവനെ പോലെ. എന്നാൽ നേരെ തിരിച്ചുള്ള ആളോട് പറയും, നീ ദുനിയാവിൽ തിന്മയിൽ അതിവേഗം വൃത്തികേടുകളിൽ മ്ലേച്ഛതകളിലൊക്കെ മുന്നിലുണ്ടായിരുന്നവനായിരുന്നു. ബതീഅൻ ഫി ത്വാഅ അല്ലെങ്കിൽ ബതീഅൻ ഫിൽ ഖൈർ, നീ നന്മയിൽ വളരെ പിന്നിലായിരുന്നു എന്ന് പറയപ്പെടുന്നവരിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. വളരെ ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നോക്കൂ, നിങ്ങൾ ധാരാളം പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ വാർത്തകളാണ്. നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുക, ആളുകൾ സന്തോഷത്തോടെ എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണാൻ, കുടുംബത്തോടെയും മറ്റും നല്ല കാഴ്ചകളൊക്കെ കാണാൻ നിർഭയരായി അപകടമൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെയുള്ള നിരായുധരായ ആളുകൾ ഒരു നാട്ടിൽ ചെല്ലുന്നു. അവരെ ആളുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ കാരണവുമില്ലാതെ തുരുതുര വെടിവെച്ചു കൊല്ലുന്നു, അവരുടെ ചോര ഒഴുക്കുന്നു, അവർക്കിടയിൽ ഭീതി വിതക്കുന്നു, നാട്ടിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നു, നിർഭയത്വം നഷ്ടപ്പെടുത്തുന്നു. അതിനെല്ലാം ഉപരിയായി മുസ്ലിമീങ്ങളെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നു. ഇതെല്ലാം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്നതും ഒരിക്കലും നമ്മൾ തൃപ്തിപ്പെടാത്തതും ഒരിക്കൽ നമ്മൾ കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്തതുമായ കാഴ്ചകളാണ്. എന്നാൽ നമ്മൾ കാണുന്നത് പല ആളുകൾക്കും ഇതുപോലുള്ള കാഴ്ചകൾ ആവേശം നൽകുന്നതാണ്. അവർക്ക് മുസ്ലിമീങ്ങളെ കുത്തിപ്പറയാനും ഒക്കെ ലഭിച്ച എന്തോ ഒരു അവസരമായി അവരുടെ ഹൃദയം അവരുടെ പുറമേക്കുള്ള കാഴ്ചക്ക് വിരുദ്ധമായി ഹൃദയത്തിൽ അവർ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് പോലെ നമുക്ക് തോന്നുന്നു. കാരണം അവർക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജമായ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിർഭയത്വം നിലനിർത്തിത്തരാൻ, ഇതുപോലുള്ള പ്രയാസഘട്ടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ, എല്ലാ മുസ്ലിമീങ്ങളെയും അവരുടെ നാടുകളെയും എല്ലാം രക്ഷിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള മുസ്ലിമീങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യസന്ധരും നീതിയുള്ളവരുമായ ആളുകൾക്കും അതറിയാം. എന്നാൽ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇതൊക്കെ അവസരമാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. അത് നമ്മുടെ കൈകളിലല്ല. കാരണം അവരത് ഇതല്ലെങ്കിലും ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയും മുസ്ലിമീങ്ങളുടെ നിർഭയത്വം കാത്തുസൂക്ഷിക്കാൻ കാരണമാകുന്ന വാക്കുകളും പ്രവർത്തികളും മാത്രം നമ്മിൽ നിന്നുണ്ടാവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും ഈ നാടിനെയും എല്ലാ മുസ്ലിമീങ്ങളുടെ നാടുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من يوم السوء ومن ليلة السوء ومن ساعة السوء ومن صاحب السوء ومن جار السوء في دار المقامة. ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يسر لنا أمورنا يا رب العالمين. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين.